എന്താ മുഹീദ്ദീൻ മാലയിലുള്ളത്? നമ്മളിപ്പോൾ എത്ര കേട്ടതാ. പക്ഷെ ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാം അറിയില്ല എന്നാണ് ഉമർ ഖത്താബ് പറഞ്ഞൊരു വാക്കാണ്. എന്താ അറിയോ? മുഹീദ്ദീൻ മാലയിലുണ്ട് മനുഷ്യൻ്റെ ഗൈബിയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പറയാ, അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിട്ട് മുഹീദ്ദീൻ ശൈഖിനെ പരിചയപ്പെടുത്തി. ഏതുവരെ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ ഒരു കുപ്പിൻ്റെ അകത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് കാണുന്ന പോലെ കാണും. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വരുന്ന കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽവകമെന്നോവർ. അതിൽ തന്നെ ഉണ്ട് കുറച്ച് ഓവറാന്നുള്ളത്. അവസാനം ഓവർ എന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലത് കുറച്ച് ഓവറാണ് അല്ലേ? പിന്നെയോ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ നോക്കി പറഞ്ഞോവർ. കുറച്ചൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മുഹീദ്ദീൻ മാല വായിച്ച ഒരു 5-6 പേര് വായിക്കുമ്പോൾ സത്യമാണ് ഇത് എഴുതിയോൻ തന്നെ പറയേണ്ടത് ഒക്കെ ഓവറാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്താ അത് പറഞ്ഞത്? എൻ്റെ മനസ്സിലുള്ളത് ശൈഖിനറിയും, എൻ്റെ മനസ്സിലുള്ള ശൈഖിനറിയും. അള്ളാഹുവിൻ്റെ റസൂലിന് പോലും അറിയില്ല, സ്വഹാബത്തിനറിയില്ല. ഔലിയാക്കളിൽ വലിയ ഔലിയായ, അമ്പിയാക്കളിൽ വലിയ അമ്പിയായ അള്ളാന്റെ റസൂലിനറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട പത്നിയുടെ നേരെ സൂറത്തുൻ നൂറിൽ കാണാ ആയിഷ ഉമ്മയുടെ നേരെ വ്യഭിചാരോപണ കുറ്റം ചുമത്തിയിട്ട് ഏകദേശം ഒരു മാസത്തിൽ ചില്ലാനും കാലം കഴിഞ്ഞിട്ട് അള്ളാഹു നിരപരാധിത്വം തെളിയിച്ചിട്ട് ആയത്തിറക്കിയപ്പോ സന്തോഷിച്ചു ആയിഷ എന്ന് നമ്മുടെ ഉമ്മ ആയിഷ ബീവിയോട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നത് വരെയും റസൂലുള്ളാഹിക്ക് അറിയില്ല. റസൂലുള്ളാഹിക്ക് ഒഴിവ് അറിയുന്ന പറഞ്ഞ എന്താ മനസ്സിലാക്കേണ്ടത്? നബി ഡ്രാമ കളിച്ച് നാടൻ കളിച്ചാൽ മനസ്സിലാക്കാം. എനിക്കറിയണോ എൻ്റെ പെണ്ണുങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, ഞാനൊന്ന് പരീക്ഷ നോക്കിയതല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നബി? ഇല്ലല്ലോ, ഇല്ല. അതേ ആയിഷമ്മയുടെ മാല പോയി, ആളുകൾ പരാതി പറഞ്ഞു. ഇത്ര സമയ അബൂബക്കറെ നിങ്ങളെ മോളെ മാലന്റെ പേരിലായി സമയം പോയത്. സിദ്ദീഖ് ദേഷ്യം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, നേർക്ക് നേരെ ചെന്നിട്ട് ആയിഷ ബീവിനോട് ചീത്ത പറഞ്ഞു, വേണ്ട മാല പോയ പോയിക്കോട്ടെ. എന്നിട്ട് അവരെ എണീറ്റപ്പോ ആ ഒട്ടകത്തിന്റെ തൊട്ട് താഴെ, ഒട്ടകക്കട്ടിലുള്ള ഒട്ടകത്തിന്റെ തൊട്ട് താഴെ മണ്ണിൽ വീണ് കിടക്കുന്ന മാല, ആ തൊട്ട് മീതെയുള്ള ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുന്ന സ്വർഗത്തിലെ ഹൂറിയായ, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ പൊന്നുമ്മയായ ബീവിമാരിലും വലിയ ബീവിയായ കറാമത്തുള്ള ആയിഷ ബീവിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഹൃദയത്തിനകത്തുള്ളത് തിരിയെന്ന് പറയണന് കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം തലയിൽ, ഒരു മണി വറ്റൊട്ടിക്കാൻ പോസ്റ്ററൊട്ടിക്കാനുള്ള തലയിലുണ്ടെങ്കിൽ ആരെങ്കിലും പറയൂത് തിരിയോ? ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടില്ല. ഔലിയാക്കളിലെ വലിയ ഔലിയായ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ ആയിഷ ഈ മനുഷ്യനടങ്ങാൻ ആ ഒട്ടകത്തിന് താഴെ എടുത്തോ എന്ന് പറഞ്ഞോ? ഇല്ല. കൂടെ തരാൻ നടന്ന നബി പറഞ്ഞോ ആ ഒട്ടകത്തിന്റെ താഴെ ആയിഷ കിടക്കണോ അണെടുത്ത? ഇല്ല. അപ്പൊ നബിക്കും മനസ്സിലായില്ല, സിദ്ദീഖ് തങ്ങൾക്കും മനസ്സിലായില്ല, ആയിഷ ബീവിക്കും മനസ്സിലായില്ല. എന്ത്? ഒട്ടകത്തിന്റെ നേരെ താഴുള്ളത്. എന്നിട്ട് ഇവിടെ എഴുതിച്ചിക്കാണ് മനസ്സിനകത്തുള്ളത് അറിയും മുഹീദ്ദീൻ ശൈഖിനെന്ന്. അപ്പൊ പഠിച്ചോ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാരാണ്? മാലയുടെ ഭാഷയിൽ മുഹീദ്ദീൻ ശൈഖ്, ഇസ്ലാമിന്റെ ഭാഷയിലോ മഹാനവറുകളല്ല. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ കുറേ സാമ്പിൾ ഉണ്ട്, ഓരോന്ന് വായിച്ചല്ലേ മിക്കവാറും ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ആ സാധനമൊന്നും കൈകൊണ്ട് പിന്നെ തൊടൂല. തുടരുത്. അള്ളാഹിന്റെ കിതാബല്ലാതെ വേറൊന്നും തുടരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കിതാബുകളും അല്ലാതെ നമ്മൾ തുടരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം ശിർക്കിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഈ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കരുത്. കാരണം എന്തറിയോ? ഒയ് പറയുന്നവൻ അല്ലാഹു മാത്രമാണ്, അല്ലാഹു മാത്രമാണ് ഒയ് പറയുന്നവൻ. ഏതുവരെ? വിശുദ്ധ ഖുർആനിൽ കാണാം, ആലിമിൽ ഗൈബി വശഹാദതി ഫതആലാ അമ്മാ യുശ്രികൂൻ. ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്, അതിനാൽ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവൻ അത്യുന്നതനായിരിക്കുന്നു. അല്ലാഹുവിനല്ലാതെ ദൃശ്യമറിയില്ല,
അള്ളാഹുവിനല്ലാതെ അദൃശ്യമറിയില്ല. അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇത് പൂർണ്ണമായ ദൃശ്യത്തെ പോലെ അദൃശ്യവും അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. എത്ര ആയത്തെന്നറിയങ്ങള്, എത്ര ആയത്തുകളെന്നറിയോ? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. പറയുക നബിയേ, അല്ലാഹു അല്ലാതെ ആകാശഭൂമികളിലുള്ളവരാരും തന്നെ അദൃശ്യകാര്യങ്ങൾ അറിയില്ല എന്നാണ്. പിന്നെ എങ്ങനെ മുഹീദ്ദീൻ ശൈഖ് അറിയാം? പിന്നെ എങ്ങനെ മുഹീദ്ദീൻ ശൈഖിന് മനസ്സിലാക്കുക?